ഉണക്കമീൻ. ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഏത് മീനും നമുക്ക് ഉണക്കിയെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഇതേപോലെ പീസാക്കി വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. എല്ലാവർക്കും എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. നല്ല ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണക്കി വെച്ചാലേ ഇതുപോലെ പീസാക്കി വൃത്തിയാക്കി വെച്ചേക്കണം. നമുക്ക് കറി വയ്ക്കാൻ പാകത്തിന് വൃത്തിയാക്കി എടുത്തിട്ട് തൊലിയും മുള്ളും എല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്ത് നമ്മൾ വെള്ളം വാർന്ന് പോകാൻ വയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപ്പിട്ട് വയ്ക്കണം. കല്ലുപ്പിട്ടാലും മതി, പൊടി ഉപ്പിട്ടാലും മതി. കല്ലുപ്പിടാണ് ഏറ്റവും നല്ലത്. ഇട്ടിട്ട് അതിന് ആ വെള്ളവും, കല്ലുപ്പിന് വെള്ളമുണ്ടല്ലോ അലിയുമ്പോഴത്തേക്ക്, മീനും കല്ലുപ്പുമായിട്ട് അലിയുമ്പോഴത്തേക്ക് അതിൽ വെള്ളം വരും. വെള്ളം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വെള്ളം വാർന്ന് പോകാൻ കണക്കിനാക്കി വെക്കണം കേട്ടാ. കെട്ടി തൂക്കണത് ഏറ്റവും നല്ലതാണ്. കെട്ടി തൂക്കാൻ സൗകര്യമുള്ളവർ കെട്ടി തൂക്കണം നല്ലതാണ്. ഏത് മീനും ഇതേപോലെ ചെയ്തെടുക്കാം, ഉണക്കിയെടുക്കാം. നമ്മളെ ഈ കണവ മീനുണ്ടല്ലോ, കണവ, പിന്നെ ആ മീനൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയാണത്. പിന്നെ ഉപ്പ് കൂടുതലിടണം. നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉപ്പ് നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടാ. അല്ലാതെ മുമ്പേ ഉപ്പൊന്നും വാരി ഇട്ട് കൊടുക്കല്ലേ. നമ്മൾ ഇതുണ്ടല്ലോ, പപ്പായ, വാഴക്കായ ഉണ്ടല്ലോ, കറിക്കായ, ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല സൂപ്പറാണ്. മുന്തൻകായ, പ്രത്യേകിച്ചും മുന്തൻകായ കേട്ടാ, അതൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ലതാണ്. മുള്ള് കളയണം, മുള്ളും തൊലിയൊക്കെ കളയണം. ഇത് ജോലിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പഴയ അമ്മച്ചിമാരെയൊന്നും കളയരുത്. എന്നെ പോലെയുള്ള അമ്മച്ചി കേട്ടാ, എന്നെ പോലെയുള്ള അമ്മച്ചിമാരെയൊന്നും എങ്ങും കൊണ്ട് കളയരുത്. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ മഴ സമയത്തൊക്കെ മീൻ കിട്ടിയില്ല, കറി വയ്ക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമ്മളിരിക്കണ്ട. അവിയൽ വയ്ക്കാം, എന്തെങ്കിലും കൂടെ ഇടണം. നമ്മളെ ചൊരയ്ക്ക ഉണ്ടല്ലോ, കഴുത്തക്കായ എന്നൊക്കെ പറയും നമ്മൾ. ചൊരയ്ക്ക, കുമ്പളങ്ങ, പപ്പായ, വാഴക്കായ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കറി ഉണ്ടാക്കാം. അവിയൽ പോലെ വയ്ക്കാം. എന്നുവെച്ചാൽ ഉണക്കമീൻ കുറച്ച് മതി, ആ ടേസ്റ്റിന് വേണ്ടി മതി. പിന്നെ ചെയ്യാൻ പറ്റണത് ഇതിനെ വറുക്കാം. ഞാനിപ്പോൾ എടുത്തത് കുറച്ചെടുത്ത് വറുക്കാം. വറുത്തിട്ട് എണ്ണയിൽ വറുത്ത് കോരണം. വറുത്ത് കോരിയിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കണം. മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അതിൽ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കാൻ ഇഷ്ടമാണോ അതൊക്കെ അങ്ങ് ചേർക്കുക. അതല്ല എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മീനെടുത്ത് വറുത്തിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക്, ഉള്ളിയൊക്കെ കൂടെ ഇട്ട് വറുത്തെടുക്കണം കേട്ടോ. ഉപ്പിടരുത്, ഒരിക്കലും ഉപ്പിടരുത്. പിന്നെ അങ്ങനെ നമുക്ക് അത് പൊടിച്ചെടുക്കാം. പച്ചമുളകും ഉള്ളീൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഇതാണ് ചോറ് കഴിക്കാം. മരച്ചീനിയോ ചക്കയൊക്കെ പുഴുക്കുമ്പോൾ അതിൻ്റെ കൂട്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ നമ്മളിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും മുളക് പൊടിയും കൂടെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതിന് കറിവേപ്പിലയും കൂടെ വറുത്ത് കോരണം. നമ്മളിത് വറുത്ത് കോരുമ്പോൾ എണ്ണയിൽ കറിവേപ്പിലയും കൂടെ വറുത്ത് കോരണം. ഇവിടെ കറണ്ടില്ല, പെരുമഴയല്ലേ. ഇത്തിരി നേരത്തെ വന്നിട്ട് പോയി. അപ്പം ഞാൻ മോട്ടറിട്ട് വെള്ളമൊക്കെ അടിച്ചു. അപ്പോൾ വെള്ളത്തിന് കുഴപ്പമില്ല, വീട്ടിന് ചുറ്റിനും വെള്ളമുണ്ട്, വെള്ളത്തിന് ദാരിദ്ര്യമില്ല. പിന്നെ ഈ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കറണ്ടില്ല, കറണ്ട് പോയി. അങ്ങനെ ടോർച്ച് വെട്ടത്തിലാണ്, ഒരു കുഞ്ഞ് ടോർച്ച് വെട്ടത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിച്ചിരുന്നത്. അപ്പോൾ ഈ മഴ സമയത്ത് കറി വയ്ക്കാൻ ആരുമൊന്നും ഇല്ലാത്തവർ ഇതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തോളൂ. ഉണക്കമീനാണ്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് ആ പീസാക്കി വെച്ചേക്കണണ്ട, കണ്ട, ചെറിയ പീസാക്കി ഇതുപോലെ വെച്ച് എന്തൊരു വൃത്തിയെന്നുണ്ടാ. ഇതാ വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ആര് കണ്ടാലും പച്ചയ്ക്ക് തന്നെ തിന്നാൻ തോന്നും. എന്ന് വിചാരിച്ച് നിങ്ങൾ പച്ചയ്ക്ക് തിന്നണ്ട, വറുത്ത് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ തേങ്ങ അരച്ച്, പച്ച തേങ്ങ, പച്ച മല്ലി, പച്ച വറ്റൽമുളക്, അതായത് വറുക്കാത്തത്, അങ്ങനെയുള്ള അതൊക്കെ കൂടെ അരയ്ക്കണം. നല്ലതുപോലെ അരയ്ക്കണം. ഇപ്പം അമ്മിക്കല്ലിലൊന്നും അരയ്ക്കണ്ടല്ലോ. പണ്ട് ഞങ്ങൾ അമ്മിക്കല്ലിലൊക്കെയാണ് ഇത് പച്ച മല്ലി മുളകൊക്കെ അരയ്ക്കണത്. ഇപ്പം നമുക്ക് മിക്സി ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പം മിക്സിയിലോട്ട് ഇട്ട് പച്ച മല്ലി, പച്ച വറ്റൽമുളക്, കുറച്ച് പച്ച കറിവേപ്പില, ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പച്ച തേങ്ങ, അരപ്പരുവായ തേങ്ങ. അത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ അരപ്പരുവായ തേങ്ങ. പണ്ടൊക്കെ തെങ്ങിൻ്റെ കൊണ്ടേ കയറി പോയി ഓടിപ്പോയി മണിയാ തേങ്ങ എടുത്തോണ്ട് വാന്ന് പറയും. അവിയൽ വയ്ക്കാനൊക്കെ ഉള്ള അവിയലിന് എടുക്കൂലേ, അരപ്പരുവം തേങ്ങ അല്ലെങ്കിൽ മുക്കാൽ പരുവം തേങ്ങ, അതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെയുള്ള അരപ്പരുവം മുക്കാൽ പരുവം തേങ്ങ
തിരുമ്മി അതും കൂടെ ഒരു തേങ്ങയോ ഒരു മുറി തേങ്ങയോ ഓരോരുത്തരുടെ വീട്ടിലെ കറിയുടെ ആവശ്യം അനുസരിച്ച് അരച്ച് ഒരു കറി ഉണ്ടാക്കിയേ. ഇതിൽ മാങ്ങ ഇടാം, ഇരുമ്പം പുളി ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ പുളിപ്പ് കുറച്ചേ ആവാവൂ. മറ്റുള്ള മീനിനൊക്കെ ചേർക്കും പോലെ പുളിപ്പ് അധികം വേണ്ട ഉണക്ക മീൻ കറി വയ്ക്കുമ്പം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഓക്കെ. എന്നിട്ട് വട്ടത്തിന് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടുക് വറുത്ത് അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് താളിച്ചൊഴിച്ചാണ്ടല്ലോ എന്തൊരു ടേസ്റ്റ്. അതുപോലെ ഒരു വെറൈറ്റി മണമാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയ. അപ്പം ഞാൻ അതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. ഇപ്പോൾ ഒന്നാമത് കറണ്ടില്ല. എന്തായാലും ഞാൻ കുറച്ച് മീൻ വറുത്തെടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടും. കാരണം ഇതുപോലെ കുറച്ച് മീനെടുത്ത് 1 കിലോ മീനൊക്കെ എടുത്ത് വൃത്തിയാക്കി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ലീല ചേച്ചി പറഞ്ഞതുള്ളതാണോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക. മീൻ അഴുകിപ്പോകും, നീറിപ്പോകും എന്നൊക്കെ പറയും. അത് നമുക്ക് വായു കടക്കാത്ത രീതിയിൽ നമ്മളത് പൊതിഞ്ഞ് വെള്ളം ഈർപ്പം പോകാൻ വേണ്ടി വെക്കണം. വെള്ളം കെട്ടിക്കിടക്കരുത് ഇതിനകത്ത്. പിന്നെ വേറെന്താണ്? എന്നിട്ട് നമുക്ക് കവറിനകത്താക്കാം. ഈ ഉണക്കമീനിനെ കവറിനകത്താക്കി ഫ്രിഡ്ജിൻ്റെ സൈഡിൽ സൂക്ഷിക്കാം. പുറത്തിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം പോരാ. എന്നാലും കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൻ്റെ സൈഡിലും വയ്ക്കാം. ഓക്കെ. താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി. ഇങ്ങനെ നമ്മൾ മീനുണ്ടാക്കി ഉണക്കി എടുത്തിട്ട് കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വറുക്കണേലും കറി ഉണ്ടാക്കണേലും ഒന്നും ആദ്യമേ ഉപ്പിടരുത്. ഉപ്പ് കൂടുതലിട്ടാലേ നമുക്കിത് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഏത് മീനും ഇതുപോലെ ചെയ്തെടുക്കാം. കൊഴുവയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഉണക്കിയെടുക്കാനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളവർ അതുപോലെ നോക്കുക. എനിക്കിനി അതുപോലത്തെ ഒരു സാധനം വാങ്ങിക്കണം കേട്ടോ, ഒരു മെഷീൻ വാങ്ങിക്കണം. അപ്പം അത്യാവശ്യത്തിന് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കിയെടുക്കാമല്ലോ. ഇത് എളുപ്പമാണ്. കറണ്ടിൻ്റെ ചിലവൊന്നും ഇല്ലല്ലോ. കല്ലിപ്പിട്ട് കെട്ടി തൂക്കണം, അത്രയേ ഉള്ളൂ. അതിൽ ഈച്ച പറ്റരുത്. ഒന്ന് എത്രത്തോളം നമ്മളത് കോട്ടൺ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി വയ്ക്കണം, നല്ലതാണ്. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം വാർന്ന് പോണ പാത്രങ്ങളായിരിക്കണം നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ. താങ്ക് യു.